ഹലോ ഗൈസ്, ഇന്നത്തെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഒരു ഗ്യാപ്പ് അപ്പിലാണ് 24,280 എന്നിട്ട് മാർക്കറ്റ് കുറച്ച് മുകളിലോട്ട് പോയി. നമ്മൾ ഫസ്റ്റിൽ തന്നെ ഒരു ട്രേഡ് രാവിലത്തെ ആ ക്യാൻഡിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തിരുന്നു. കാരണം മാർക്കറ്റ് താഴേക്ക് വരുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. അത്രയും ഗ്യാപ്പ് സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയില്ലെന്നും പിന്നെ താഴേക്ക് വന്ന ശേഷം ചിലപ്പോൾ റിവേഴ്സൽ വരാമെന്നും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സോ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ് നമ്മുടെ ലൈനിൽ തന്നെ എത്തി. നമ്മുടെ ലൈനിൽ തന്നെ 24,300 നമ്മൾ കുറച്ച് ദിവസമായിട്ട് വരച്ചിട്ടിരുന്ന ലൈനായിരുന്നു അത്. ഈ ഡോട്ടഡ് ലൈൻ കണ്ടോ, കഴിഞ്ഞൊരു ദിവസങ്ങളിലെ ലോ ആയിരുന്നു. സോ നമുക്കവിടെ ലൈൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഒരു ട്രേഡ് എടുത്തു. അതിന് മുമ്പുകളായിട്ടൊരു സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ട് നമ്മുടെ ട്രേഡിൻ്റെ അടുത്ത ടാർജറ്റ് താണ്ട് കഴിഞ്ഞ ദിവസത്തെ ഹൈ ആയിരുന്നു, അത് 24,073. അത് എത്തിയില്ല, അതിനടുത്തായിട്ടെത്തി നമ്മൾ അവിടുന്ന് എക്സിറ്റ് ആവുകയും ചെയ്തു. പിന്നീട് മുകളിലോട്ടുള്ള ട്രേഡ് നമ്മൾ എടുത്തിരുന്നില്ല. പിന്നെ നമ്മൾ ഈ മുകളിൽ എത്തിയപ്പോൾ എന്താ, ഇവിടെയാണ് അടുത്തൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ നോക്കിയത്. കാരണം നമ്മുടെ ലൈനിനടുത്തായിട്ട് വന്ന് ഒരു ഡോജി പോലെ വന്നു. ഡോജി അല്ല എങ്കിലും രണ്ട് സൈഡിലോട്ട് ഒരു റിവേഴ്സൽ ക്യാൻഡിലാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അടുത്തതായിട്ട് വന്നത് ആ ക്യാൻഡിലിനെ വിഴുങ്ങുന്ന, അല്ലെങ്കിൽ ആ ക്യാൻഡിലിനേക്കാളും വലുതായൊരു ഇൻവേർട്ടഡ് ഹാമർ വന്നു. സോ ആ ക്യാൻഡിൽ നമുക്ക് മാർക്കറ്റ് താഴേക്ക് വരുവാണെന്ന് നമുക്ക് തോന്നി. അതുമല്ലതാണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു ഹയർ ലോ സ്ട്രക്ചർ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ഇവിടുന്ന് അതും ക്രോസ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിരുന്നു. ഇതിന് ഈ ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട്, നമ്മൾ ഇന്ന് വരച്ച ലൈനാണ്, അതിന് മുകളിലായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട്, പക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് തിരിച്ച് ഈ മാർക്കറ്റ് റിവേഴ്സൽ കയറി വന്നു. നമുക്ക് അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു. സോ നമുക്ക് അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് എടുക്കാനായില്ല. നമുക്ക് അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് അടിച്ചത്. സ്റ്റോപ്പ് ലോസ് അടിച്ചാലും സാരമില്ല, നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. സോ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് ഒരു വലിയ തെറ്റല്ല, അതൊരു രക്ഷപ്പെടലായിട്ട് മാത്രം കരുതിയാൽ മതി. സോ നമുക്ക് അങ്ങനെ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് ഇത് മാത്രമാണ് നമ്മുടെ ട്രേഡ് ഇന്നുണ്ടായിരുന്നത്. അടുത്തത് നാളത്തേലേക്ക് പോവുകയാണ്. നാളത്തെ പ്രീ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഗിഫ്റ്റ് നിഫ്റ്റി എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. ഈ 24,300 കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നൊക്കെ നമുക്ക് ഒരു ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുമ്പോൾ അറിയാം. സോ 24,300 നാളെ സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർജറ്റ് 24,400, സെക്കൻഡ് ടാർജറ്റ് 24,500. 24,500 നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 24,650. പിന്നെ നമ്മുടെ യുദ്ധം എങ്ങാനും അവസാനിക്കുകയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് പറക്കും, നമുക്ക് അറിയാൻ പറ്റത്തില്ല. 1000 പോയിന്റ്, ചിലപ്പോൾ 1500 പോയിന്റ് വരെയൊക്കെ മാർക്കറ്റ് പോകാം. സോ ന്യൂസിനെ ബേസ് ചെയ്തായിരിക്കും മാർക്കറ്റ് പ്രധാനമായിട്ടും പോകുന്നത്. അല്ല പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് ന്യൂസ് ഒന്നും ഇല്ല എങ്കിൽ മാർക്കറ്റ് ഈ നമ്മൾ പറഞ്ഞ ഏകദേശം ലെവലുകൾ റെസ്പെക്റ്റ് ചെയ്യും. 24,300 നാളെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24,073, ഇന്നത്തെ ലോയും അതാണ്. സോ അതിലേക്കും, അത് സസ്റ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ 24,000 മാർക്കറ്റ് എത്തും. 24,000 സസ്റ്റെയിൻ ചെയ്യുന്നില്ല, താഴേക്ക് പോവുകയാണെങ്കിൽ അടുത്ത നമ്മുടെ ടാർജറ്റ് 24,900, അടുത്ത ടാർജറ്റ് 23,800. ഇത്രയാണ് നമുക്ക് അടുത്ത പ്രീ മാർക്കറ്റും ആയിട്ട് പറയാനുള്ളത്. സോ ന്യൂസ് അപ്ഡേഷൻ എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കുക. ന്യൂസുകൾക്ക് ബേസ് ആയിട്ടായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് പോകുന്നത്. ഇന്ന് നമ്മുടെ വിക്സൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് വാട്സപ്പ് നമ്പർ
നിങ്ങൾക്ക് കാണാമല്ലോ, സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇതിലൊരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ലൈവ് മാർക്കറ്റിൽ നമ്മൾ നമ്മുടെ അപ്ഡേറ്റ്സ് അതിനകത്ത് ഇടുന്നതാണ്. കോളോ പുട്ടോ ഒന്നുമല്ല, നമ്മുടെ അപ്ഡേറ്റ്സുകൾ മാത്രം. അല്ലെങ്കിൽ ഏതെങ്കിലും പാറ്റേൺസ് കണ്ട, പ്രൈസ് ആക്ഷൻ കണ്ട, അങ്ങനത്തെ നമ്മുടെ അപ്ഡേറ്റുകൾ മാത്രം. അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസോ അല്ലെങ്കിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള എൻട്രിയോ എക്സിറ്റോ സ്റ്റോപ്പ് ലോസോ അങ്ങനെയൊന്നും അല്ല നൽകുന്നത്. നമ്മുടെ പഠന ആവശ്യത്തിനും നമ്മുടെ ഒരു അനാലിസിസും അതിൽ നൽകുന്നതാണ്. എല്ലാ ദിവസവും മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് മുമ്പായിട്ട് ഒരു പ്രീ മാർക്കറ്റ് വന്നതിന് ശേഷം നമ്മുടെ ഒരു അനാലിസിസ് മാർക്കറ്റിൽ ഇടുന്നതായിരിക്കും. പിന്നെ ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ ഈ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഇത് തികച്ചും സൗജന്യമാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു.